മരിക്കേണ്ടി വന്നു ഒരാളുടെ നന്മ പുറത്തു വരാനും നല്ലത് ചെയ്ത് പുറത്തു വരാനും. പണ്ടോട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, മരിച്ചു കഴിഞ്ഞാലാണ് ഒരു മനുഷ്യൻ്റെ നന്മകൾ മറ്റുള്ളവർ പറയുള്ളൂ, അവൻ ചെയ്ത നല്ല കാര്യങ്ങൾ പറയുള്ളൂ. ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഇതിനെക്കുറിച്ച്. പക്ഷേ ഈ ഒരു ഓഡിയോ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു പോയതാണ്. ഇതിന് കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഈ ഓഡിയോ ഒക്കെ പുറത്ത് വരുന്ന ആ ഒരു വീഡിയോ ഇറങ്ങുന്ന സമയത്തേക്ക് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചേക്ക് അദ്ദേഹത്തിന് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടുമായിരുന്നു. ഞാനൊരു വീഡിയോ കണ്ടു, അപ്പോൾ ഞാൻ അതിൻ്റെ ഓഡിയോ വയ്ക്കാട്ടോ. നിങ്ങൾക്ക് നമ്മളിങ്ങനെ പിടിക്കത്തില്ലേ ഇരുന്ന് സീറ്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ല, അത് പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയായിട്ടിരിക്കും, പേരിയസായിട്ട് ഭയങ്കര വേദനയായിട്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതാറ് നല്ല ഓർമ്മയുണ്ട് പുള്ളിയാണെന്നുള്ളത്. എപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത്. ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പെയിൻ കില്ലർ വല്ലതും ഉണ്ടാ. അപ്പോൾ അമ്മയോട് ചോദിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് വയ്യായിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഏട്ടാ സാറിൽ അമ്മ കിടന്നോട്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ കയ്യിരുന്ന പാരസെറ്റമോൾ എടുത്തത് തലവേദന വല്ലതും ഉണ്ടായിട്ട് ഇപ്പോൾ തൽക്കാലം കഴിക്കുന്ന എനിക്ക് തന്നു. അങ്ങനെയാണ് മിണ്ടിയത്. അങ്ങനെയാണ് പറഞ്ഞ ഇങ്ങനെ പോയിട്ട് എവിടെയാ പോയിട്ട് വരുവാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞ് കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കുറെ വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത്, ഇനി നമുക്ക് എന്തോരം ഇങ്ങനെ കിടക്കുവാണ്, ഇനി എന്തോരം കാണാൻ, ഞാനൊക്കെ ഇത്രയും പ്രായം എന്തോരം സ്ട്രഗിലൂടെ വരുന്നത്, ഇപ്പോഴും സ്ട്രഗിളാണ്, ഇനി അങ്ങോട്ട് എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും, നമുക്ക് ഒന്നും പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു വർഷങ്ങൾക്ക് മുമ്പ് ട്രാവൽ ചെയ്ത ഒരു ലേഡി, ഒരു കുട്ടിയുടെ കൂടെ അദ്ദേഹം ട്രാവൽ ചെയ്തപ്പോൾ ആ കുട്ടിക്ക് മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് ഇങ്ങനെ ബസ്സിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആശ്വസിപ്പിച്ച കാര്യങ്ങളാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ ഏകദേശം ഇതിനെന്താണ് ഒരു വാല്യൂ എന്ന് വെച്ചാൽ ഇത്രയും ഒരു വർഷമായിട്ട് ഇത് മറന്നു പോയിട്ടില്ല കുട്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ആയിരിക്കും ഒരു പക്ഷേ മനുഷ്യന് ഓർമ്മകൾ വരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നും കേട്ടോ, മരിച്ചു, അത്രയേ ഉള്ളൂ, കൊന്നു.